ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട 4 കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. ഇതെല്ലാം നമുക്ക് കഴുകി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരുമിച്ച് തന്നെ എല്ലാം ഒരുമിച്ച് ഇടാം കേട്ടോ. എല്ലാം ഒരുമിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഇതിൽ കുക്കറിലേക്ക് ഇടുക. അധികം മസാലകളോ പൊടികളോ ഒന്നും ചേർക്കാത്തൊരു കറിയാണ്. ആകെ ഇച്ചിരി ഉപ്പും, ആവശ്യമുള്ള ഉപ്പും, ഇച്ചിരി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലെങ്കിലും അടിക്കേണ്ട കേട്ടോ. 4 വിസിലെങ്കിലും അടിച്ച് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേകണം. ഉരുളക്കിഴങ്ങ് കാരണം അത് വെന്തുടയണം. അപ്പോൾ അത് കാരണം നന്നായിട്ട് 4 വിസിലെങ്കിലും അടിച്ചിട്ട് നമുക്ക് എളുപ്പം എടുക്കണം. 4 വിസിൽ അല്ലെങ്കിൽ 2 വിസിലടിച്ച് നമുക്ക് അതിന് വിസിൽ പോകുന്ന അല്ലെങ്കിൽ എയർ പോകുന്നവരെ വെച്ചാൽ മതി. നമുക്ക് അത് അടച്ച് വെച്ച് 3-4 വിസിൽ കേൾക്കണവരെ അടയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 4 വിസിൽ വേപ്പിച്ചു. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫോർക്ക് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക. കിഴങ്ങ് നന്നായിട്ട് ഉടയുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു 1/4 സ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഉഴുന്ന് പരിപ്പ്, അതിലൂടെ തന്നെ കൊല്ലമുളക്, ഉണക്കമുളക് എന്ന് പറയും, ഉണക്കമുളക് 3-4 ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് വേറെ ഒരു തന്നെ വരുന്നില്ല, എളുപ്പം തന്നെ എല്ലാം റെഡിയാക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ, ചപ്പാത്തിക്കോ പൂരിക്കോ എന്തുവേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്ന ഒരു സിമ്പിൾ കറിയാണ്. താളിച്ച ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം കുക്കറൊന്ന് കഴുകി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, ഇത് ഇച്ചിരി കുഴമ്പ് രൂപത്തിൽ വേണ്ട കറിയാണ്. അപ്പം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വലുപ്പം മാത്രം ഒഴിക്കുക. ഇതിലേക്ക് ഇച്ചിരി മസാലപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മസാലയുടെയും കുരുമുളക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ, അല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. എല്ലാവരും ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.